ഹരേ കൃഷ്ണ. ഒരു കൃഷ്ണാനുഭവം പറയട്ടെ. അയച്ചു വന്നത് ഗ്രൂപ്പിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണോ എന്ന് അറിയില്ല. എന്ത് തന്നെയാലും കേട്ടപ്പോൾ ഒരു 4 അനുഭവങ്ങളായിട്ടാണ് അയച്ചു വന്നത്. ഒന്ന് ഞാനിപ്പോൾ പറയാം, ബാക്കി പിന്നീട് പറയാം. ആദ്യത്തെ അനുഭവം വളരെ മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യാം. പെട്ടെന്ന് നോക്കിയാലോ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ത്രിമധുരത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ പറയുന്നത് ത്രിമധുരത്തിലൂടെ കേൾക്കാറുണ്ട്. അത് വീട്ടിലെ എല്ലാവരെയും കേൾപ്പിക്കുകയും ചെയ്യും. രാധാപതിയായ ഭഗവാനെ ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുന്നത്? ചെറുപ്പം തൊട്ട് എനിക്കും കൃഷ്ണനെ ഇഷ്ടമായിരുന്നു. ഭക്തിയല്ലായിരുന്നു ഭഗവാനോട്. തുളസിയില പറിച്ച് മാല കെട്ടി ഭഗവാന് കൊണ്ടു കൊടുക്കുമായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ഭഗവാൻ തന്നു. അവന് ഗുരുവായൂരിൽ വെച്ച് ചോറ് കൊടുക്കാൻ സാധിച്ചു. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ചെന്നൈയിലായിരുന്നു. ഭർത്താവിന് അവിടെയായിരുന്നു ജോലി. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഭർത്താവിന് ജോലി ഇന്ത്യക്ക് പുറത്ത് കിട്ടി, ഗൾഫിൽ. അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം എനിക്കുണ്ടായത് പറയാം. രാത്രിയിൽ ഉറങ്ങുമ്പോൾ കണ്ട ഒരു സ്വപ്നമാണ്. ഞാനൊരു വീട്ടിൽ ഇറങ്ങുമ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്തായിട്ട് ഒരു വെളുത്ത നിറമുള്ള ഒരു പശു നിൽക്കുന്നു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഈ പശു എന്നെ കുത്താൻ വന്നു. ഞാൻ പേടിച്ചോടി അടുത്ത വീട്ടിൽ കയറി. അങ്ങനെ ഞാൻ ഈ പശുവിനെ പേടിച്ച് അവിടെ തന്നെ ഇരുന്നു. ഇത് പോയി കാണുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോഴും ഈ പശു എന്നെ കുത്താനായിട്ട് പാഞ്ഞു വന്നു. അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറും. വീണ്ടും വീണ്ടും ഇതേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആ പശു എന്നെ 7 വീട്ടിൽ കയറി ഇറക്കി. അവസാനം ഓടി ഓടി പിന്നെ എനിക്ക് ഇരിക്കാൻ വീടില്ല. ഈ പശു എന്നെ ഓടിച്ചൊരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടു ചെന്നാക്കി. അവിടുന്ന് പിന്നെ എനിക്ക് പോകാൻ വഴിയുമില്ല, ഇടവുമില്ലാതായി. ഞാൻ ഈ പശുവിനെ വേഗം തിരിഞ്ഞു നോക്കി, ഇത് എൻ്റെ പുറകെ ഉണ്ടോ എന്നറിയാൻ. പക്ഷേ പശു അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് എൻ്റെ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു 2 ചെറിയ പാറക്കൂട്ടത്തിൽ നിന്നും വർണ്ണ നിറത്തിലുള്ള പ്രകാശം അവിടമാകെ. അതിൽ നിന്നും ആരോ എന്നോട് എന്തോ പറയുന്നത് പോലെ തോന്നി. എനിക്ക് പിന്നീട് ആ സ്വപ്നം അങ്ങനെ പോയി. അടുത്ത ദിവസം ഞാനിത് എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, നിന്നെ തിരുപ്പതി ഏഴുമല വെങ്കടേശൻ വിളിക്കുകയാണ്, നീ ഭഗവാനെ വന്ന് കാണാനായിട്ടെന്ന്. 7 മലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ബാലാജിയെയാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതിൻ്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ കള്ളൻ കയറി ഞങ്ങളുടെ സ്വർണ്ണം എല്ലാം കൊണ്ടുപോയിരുന്നു. ശരിയെന്ന് വെച്ച് ഞാൻ ഇത് ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, നമ്മൾക്ക് തിരുപ്പതിയിൽ പോകാമെന്ന്. ഹസ്ബൻഡ് പറഞ്ഞ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല. പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് ഒന്നുകിൽ ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ നല്ലത് നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ള കാര്യവും നടക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയുമില്ല. എന്നെ ഭഗവാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. ഇനി ഞാൻ സ്വപ്നത്തിന് മുന്നേ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. ഗുരുവായൂർക്ക് ഹസ്ബൻഡ് മാത്രം പോയി, ഞാൻ പോയില്ല. എന്താണെന്നറിയില്ല, ഒരു ഇടക്കാലം തൊട്ട് കൃഷ്ണനോട് അല്പം ഭക്തിയൊക്കെ കുറഞ്ഞിരുന്നു. വീട്ടിൽ നാമം ചൊല്ലുന്നത് പോലും ഞാൻ കുറച്ചു. ഇനി ഗുരുവായൂരപ്പനെ വിളിച്ചാൽ എപ്പോഴും പരീക്ഷണവും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒറ്റപ്പെടലും മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ മനസ്സിൽ കയറി കൂടിയിരുന്നു എനിക്ക്. എന്നാലും കാത്തോളനെ, അങ്ങനെ തന്നെയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളതും. എന്നെയും മറന്ന് ഞാൻ എന്നാൾ രാവിലെ രാത്രിയിലും എണീക്കുമ്പോഴൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളനെ എന്ന് വിളിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചെറിയ ലെറ്റേഴ്സാണ്. അപ്പം വീണ്ടും പറയാം. ഹസ്ബൻഡ് ഗുരുവായൂരിൽ നിന്ന് പൂന്താനം ഷോപ്പിൽ നിന്ന് ഒരു ചെറിയ കൃഷ്ണത്തിൻ്റെ വിഗ്രഹം വാങ്ങിച്ച് എനിക്ക് കൊണ്ടു തന്നു. ഞാൻ അത് വിളക്ക് കത്തിക്കുന്നിടത്തിൽ വെച്ചു. അതിനുശേഷം ഞങ്ങൾ തിരുപ്പതിയിൽ പോയി. ഭഗവാനെ കണ്ട് നല്ലോണം ദർശനം കിട്ടി. ഒരു കഷ്ടപ്പാട് ഒന്നും ഇല്ലാതെ തന്നെ. പക്ഷെ അവിടുത്തെ വരാഹി അമ്മനെ മാത്രം ദർശിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഭഗവാനെ കണ്ടില്ലേ എന്ന് വിചാരിച്ച് തിരിച്ചു വീട്ടിലെത്തി. ഹസ്ബൻഡ് ഗൾഫിൽ പോയി. വീട്ടിൽ ഞാനും കുഞ്ഞും മാത്രമായി. ആ സമയത്തൊന്നും ഗുരുവായൂരപ്പനെ വലിയ മൈൻഡൊന്നും ചെയ്തിരുന്നില്ല ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വേറെ ഫ്ലാറ്റിലോട്ട് താമസം മാറി. കുഞ്ഞും ഞാനുമായിട്ടിരിക്കുമ്പോൾ അവർ എന്നോട് ചോദിച്ചു, എന്താമേ എല്ലാവരും നമ്മളെ വിട്ടു പോകുന്നത്, എന്താ ആരും നമ്മുടെ കൂടെ ഇരിക്കാത്തത് എന്ന്. ശരിയാണ്, ഞാനത് ഓർത്തു. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വന്ന് നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരും പോയി അവരുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഇതാ ഹസ്ബൻഡും ജോലിക്കായിട്ട് പുറത്തു പോയി. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട, ഈ വീട്ടിൽ നമ്മൾ 2 ആളും ഇല്ലേ എന്ന്.
പക്ഷേ അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കും കുഞ്ഞിന് കൂട്ടായിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈ വീട്ടിലുണ്ടെന്ന ആ സത്യം. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ തനിച്ചാകും എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ വീട്ടിൽ നേരത്തെ തന്നെ എത്തിയെന്ന് പറയാം. അത് ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ആ ടൈമിൽ ഞങ്ങളെയും ഹസ്ബൻഡ് ഖത്തറിൽ കൊണ്ടുപോകാനുള്ളതെല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കൊറോണ വന്ന് എല്ലാം നിർത്തിവെച്ചത്. എനിക്ക് വീണ്ടും സങ്കടമായി. ഇനി എപ്പോഴാണ് പോകാൻ പറ്റുന്നതെന്ന് ഓർത്തിരുന്നു. ഈ സമയത്ത് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. എനിക്കത് ഇവിടെ പറയാൻ പറ്റില്ല. അത് എന്നെ ശരിക്കും സങ്കടത്തിലാക്കി. എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒന്ന് ശരിക്കും പുറത്തു പോകാൻ പറ്റാത്ത വിധത്തിലായി കാര്യം. 4 ദിവസം ഞാനും കുഞ്ഞും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കരഞ്ഞ് തളർന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടെ ആരുമില്ലാതെ ഓർത്തു. ഒരു കൂട്ടുകാരിയിൽ നിന്നുമുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ഈ സങ്കടം പറഞ്ഞു ഒന്ന് വിശ്വസിച്ച് വിളിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആരുമില്ല എന്നോർത്തു കരഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു രൂപം മനസ്സിലേക്ക് ഓടിയെത്തി. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം എന്നോട് പറയുന്നു, ഞാനില്ലേ നിനക്ക് കൂട്ടായിട്ട്, ഞാനില്ലേ എന്നോട് പറയൂ നിൻ്റെ സങ്കടങ്ങൾ, ഞാനില്ലേ ഞാൻ വന്നിരിക്കുന്നത് നീയാണ് എന്നെ അറിയാതെ പോയതെന്ന്, എൻ്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ ഓടി അപ്പോഴേക്കും ആ ഭഗവാന്റെ കാൽപാദത്തിലേക്ക്. എൻ്റെ എല്ലാ തെറ്റും പൊറുക്കണേ ഭഗവാനെ, എനിക്കൊരു വഴി കാണിച്ചു തന്നാലും. ഇത്ര നാളും നിന്നെ ഓർക്കാതിരുന്നിട്ടും നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. എല്ലാത്തിനും മാപ്പ്. ഈ പാപിയായ എന്നോട് പൊറുക്കണേ ഭഗവാനെ എന്ന് കരഞ്ഞു വിളിച്ചു. ആ ഭഗവാന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ താമരപ്പൂ പോലെയുള്ള പാതാരവിന്ദത്തിൽ ഞാൻ വീണിട്ട് പറഞ്ഞു, നീ എന്താണോ എൻ്റെ മനസ്സിൽ കാണിച്ചു തരുന്നത് ഭഗവാനെ, ഒന്നും നോക്കാണ്ട് ഞാനത് ചെയ്യും. എനിക്കും കുഞ്ഞിനും ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും. നീ എനിക്ക് പറഞ്ഞു തന്നാലും. ഭഗവാനോടെന്ന പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിൽ പറഞ്ഞു തന്നു, കുഞ്ഞിനെയും കൊണ്ട് നീ നിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുക എന്ന്. പെട്ടെന്ന് ഞാൻ എൻ്റെ കരച്ചിൽ നിർത്തി. മനസ്സിൽ എന്തെന്നില്ലാത്ത സമാധാനം അനുഭവിക്കുന്നു. ഞാനും കുഞ്ഞും ഈ നിമിഷം മുതൽ സുരക്ഷിതമായ കൈകളിൽ തന്നെയെന്ന് മനസ്സിലായി. ആ സത്യം ഞാൻ മനസ്സിലാക്കി. ആ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റ് ട്രെയിൻ കയറി ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി. അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ അപ്പോൾ എല്ലാം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് അപ്പോൾ എത്തിപ്പെടാവുന്ന ദൂരത്തിലോ സാഹചര്യത്തിലോ ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനും പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ 6 മാസത്തോളം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു തുളസിയില കൈപിടിച്ച് ഗീതാ മഹാത്മ്യം ചൊല്ലുമായിരുന്നു. അതിനുശേഷം എന്നെ സങ്കടപ്പെടുത്തിയ എൻ്റെ കൂട്ടുകാരിക്ക് എന്നെക്കാൾ വലിയ സങ്കടം ഭഗവാൻ തന്നെ കൊടുത്തു. എന്നോട് അവൾ ചെയ്തതുപോലെ അതേ രീതിയിൽ ഭഗവാൻ അവർക്ക് തിരിച്ചു കൊടുത്തു. എന്താ ഞാൻ പറയുക അല്ലേ, എന്നെ തന്നെ ഞാൻ ഭഗവാന് കൊടുത്തു. സങ്കടം മാത്രമേ തരുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ നാവുകൊണ്ട് എന്നെ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ കാത്തോളണമേ എന്ന് വിളിപ്പിച്ചിരുന്നു. ആ വിളിയിൽ ഗുരുവായൂരപ്പൻ സത്യം പറഞ്ഞാൽ താൻ പോലും അറിയാതെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. നമ്മളുടെ ഓരോ വിളിക്കായി കൊറോണയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഹസ്ബൻഡ് തിരിച്ച് നാട്ടിലെത്തി. ഞങ്ങൾ വേറെ ഫ്ലാറ്റിലേക്ക് മാറി. ഞാൻ അവിടെ എത്തി. ഭഗവാന് നല്ലൊരു ഇരിപ്പിടം നൽകി. ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലീവ് തീർന്നു. ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലേക്ക് പോയി. ഇന്ന് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഇനിയുള്ള അനുഭവം അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിൽ പ്രീമിയം ഗ്രൂപ്പിന് വാട്സപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാം. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം. അടുത്ത അനുഭവം അടുത്ത ദിവസം തന്നെ ചെയ്യാവേ.